സുവിശേഷത്തിലെ ഒരു കുഞ്ഞു വാചകമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. യേശു കണ്ണീർ പൊഴിച്ചു. യേശു തമ്പുരാൻ കണ്ണീർ പൊഴിച്ചു. തൻ്റെ പീഡാനുഭവത്തിൻ്റെ നാളുകളിലോ തൻ്റെ തിക്താനുഭവങ്ങൾ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴോ അവൻ കണ്ണുനീര് പൊഴിക്കുന്നതായോ വചനം എങ്ങും കുറിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ ഒരു സ്നേഹിതൻ മരണപ്പെടുമ്പോൾ, സ്നേഹിച്ചവർ അകന്നു പോകുമ്പോൾ, മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ക്രിസ്തു കണ്ണീര് പൊഴിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു മനുഷ്യത്വ അനുഭവം നമ്മളും വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കൃപയുടെ അനുഭവം, എൻ്റെ സഹോദരൻ വീണു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിങ്ങല്, അത് നമുക്ക് അന്യമായി പോകുന്നുണ്ടോ എന്ന് തോന്നൽ. എനിക്ക് എൻ്റെ ലോകം, എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നിടത്ത് ദൈവം ഇവിടെ കരയുക, ക്രിസ്തു കരയുക. കാരണം അവൻ മരിച്ചു, അവൻ മാറ്റപ്പെട്ടു. സ്നേഹിതർ അകന്നു പോകുമ്പോൾ നോവുന്ന ഒരു ദൈവം. സ്നേഹമുള്ളവരെ, ഇത് നീയാണെന്ന് വെക്കുക. നീ അവനിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇതേ വേദന ക്രിസ്തുവിന് ഉണ്ടാവുകയാണ്. ക്രിസ്തുവിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരുവനും ക്രിസ്തുവിന് സമ്മാനിക്കുന്നത്, ഓരോരുത്തരും ക്രിസ്തുവിന് സമ്മാനിക്കുന്നത് ഇതേ വേദനയും ഇതേ കണ്ണുനീരുമാണെന്ന് മറക്കരുത്. ക്രിസ്തു നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ലാസറിനെ പോലെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് നീയും അവൻ്റെ സ്നേഹവലയത്തിൽപ്പെട്ട വ്യക്തിയാണ്. നീയും അവൻ്റെ സ്നേഹവലയത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ക്രിസ്തു നിന്റെ പേരിലും കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ആമേൻ.